വെൽക്കം ടു ഡീൽസ് കേരള. പ്രിയ പ്രേക്ഷകരെ, ലോകരാഷ്ട്രീയത്തെയും ആഗോള സുരക്ഷയെയും സാമ്പത്തിക സ്ഥിതിയെയും ഒന്നടങ്കം തകിടം മറിക്കുന്ന സംഭവവികാസങ്ങളാണ് പശ്ചിമേഷ്യയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കെ പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നു. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിൽ ഇറാൻ നടത്തിയ സൈനിക ആക്രമണത്തിൽ 12 US സൈനികർക്ക് പരിക്കേറ്റതായി ഒരു US ഉദ്യോഗസ്ഥൻ റോയിറ്റേഴ്സ് ന്യൂസ് ഏജൻസിയോട് സ്ഥിരീകരിച്ചു. ഇവരിൽ 2 പേർക്ക് ഗുരുതരമായ പരിക്കാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ വിവരം പുറത്തുവന്നത് വെള്ളിയാഴ്ചയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫെബ്രുവരി 28-ന് ഇറാനെതിരായ യുദ്ധം ആരംഭിച്ചതിന് ശേഷം പരിക്കേറ്റ US സൈനികളുടെ എണ്ണം ഇതോടെ 300 കവിഞ്ഞു. ഈ സംഘർഷത്തിൽ 13 US സൈനികർ രക്തസാക്ഷികളായി. എന്നാൽ പരിക്കേറ്റ ഭൂരിഭാഗം പേരും ചികിത്സയ്ക്ക് ശേഷം ഡ്യൂട്ടിയിൽ തിരിച്ചെത്തിയതായാണ് വിവരം. വെള്ളിയാഴ്ച നേരത്തെ തന്നെ 273 പേർ ഇതിനകം ഡ്യൂട്ടിയിൽ തിരിച്ചെത്തിയതായി US സൈന്യം അറിയിച്ചിരുന്നു. ഇതിനിടെ ഹണ്ടാല ഹാക്ക് ടീം എന്ന ഇറാൻ ഹാക്കർ സംഘം FBI ഡയറക്ടർ കാഷ് പട്ടേലിന്റെ ജിമെയിൽ അക്കൗണ്ട് വിജയകരമായി ഹാക്ക് ചെയ്തതായി അവകാശപ്പെട്ടു. ഇറാനുമായി ബന്ധമുള്ള ഈ ഹാക്കർ സംഘം ഡയറക്ടറുടെ സ്വകാര്യ ഫോട്ടോകളും ഇമെയിലുകളും ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചു. US-ഇസ്രയേൽ യുദ്ധം നീണ്ടുനിൽക്കുന്നതിനാൽ ഇറാനിയൻ ഹാക്കർമാർ US ഉദ്യോഗസ്ഥരെ നാവം കെടുത്താനാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതെന്ന് സൈബർ സുരക്ഷാ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. മാർച്ച് 27-ന് വാഷിംഗ്ടണിൽ നിന്നുള്ള റോയിറ്റേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഇറാനുമായി ബന്ധമുള്ള ഹാക്കർമാർ FBI ഡയറക്ടർ കാഷ് പട്ടേലിന്റെ സ്വകാര്യ ഇമെയിൽ ഇൻബോക്സിൽ അതിക്രമിച്ച് കയറുകയായിരുന്നു. ഡയറക്ടറുടെ ഫോട്ടോകളും മറ്റ് രേഖകളും ഇന്റർനെറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഹൻഡാല ഹാക്ക് ടീം എന്ന ഈ ഹാക്കർ ഗ്രൂപ്പ് അവരുടെ വെബ്സൈറ്റിൽ പട്ടേലിന്റെ പേര് വിജയകരമായി ഹാക്ക് ചെയ്യപ്പെട്ട ഇരകളുടെ പട്ടികയിൽ ഇനി അദ്ദേഹത്തിന്റെ പേരും ഉൾപ്പെടും എന്ന് പറഞ്ഞു. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഹാക്കർമാർ പ്രസിദ്ധീകരിച്ച ചിത്രങ്ങളിൽ പട്ടേൽ സിഗരറ്റ് വലിക്കുന്നതും ഒരു പഴയ കൺവേർട്ടിബിൾ കാറിൽ സഞ്ചരിക്കുന്നതും ഒരു വലിയ കുപ്പി റം ഉപയോഗിച്ച് കണ്ണാടിയിൽ സ്വയം ചിത്രമെടുക്കുന്നതും ഉൾപ്പെടെയുള്ള സ്വകാര്യ ഫോട്ടോഗ്രാഫുകൾ ഉണ്ടായിരുന്നു. ഇത്തരം ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ വ്യക്തിപരമായ അന്തസ്സിനെ ബാധിക്കുന്നതാണ്. എന്നാൽ ഈ സംഭവത്തിൽ പട്ടേലിന്റെ ഇമെയിലുകൾ ലക്ഷ്യമിട്ടതായി FBI സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബ്യൂറോ വക്താവ് ബെൻ വില്യംസൺ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു, ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സാധ്യതയുള്ള അപകടങ്ങൾ ലഘൂകരിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും, കൂടാതെ ഉൾപ്പെട്ടിരിക്കുന്ന ഡേറ്റ ചരിത്രപരമായ സ്വഭാവമുള്ളതാണെന്നും ഗവൺമെന്റ് വിവരങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതായത് രഹസ്യ ഗവൺമെന്റ് വിവരങ്ങൾ ചോർന്നിട്ടില്ല എന്നാണ് FBIയുടെ നിലപാട്. പാലസ്തീൻ അനുകൂല ജാഗ്രത ഹാക്കർമാരുടെ ഒരു കൂട്ടമായി സ്വയം അവതരിപ്പിക്കുന്ന ഹൻഡാല എന്ന ഈ ഹാക്കർ സംഘത്തെ ഇറാനിയൻ ഗവൺമെന്റ് സൈബർ ഇന്റലിജൻസ് യൂണിറ്റുകൾ ഉപയോഗിക്കുന്നു. അടുത്തിടെ മിഷിഗൺ ആസ്ഥാനമായ മെഡിക്കൽ ഉപകരണങ്ങളും സേവനദാതാവുമായ സ്ട്രൈക്കറിന്റെ ഡേറ്റ ഹാക്ക് ചെയ്തതായും അവർ അവകാശപ്പെട്ടു. മാർച്ച് 11-ന് കമ്പനി ഡേറ്റയുടെ ഒരു വലിയ ശേഖരം അവർ ഇല്ലാതാക്കിയതായി പറഞ്ഞു. ഹൻഡാലയുടെ മെസ്സേജുകൾക്ക് മറുപടി ലഭിച്ചിരുന്നില്ല. വെള്ളിയാഴ്ച വൈകിട്ടോടെ അവരുടെ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. പട്ടേലിന്റെ ഫോട്ടോകളൊപ്പം ഹാക്കർമാർ 300-ലധികം ഇമെയിലുകളുടെ ഒരു സാമ്പിളും പ്രസിദ്ധീകരിച്ചു. ഇവയിൽ 2010-നും 2019-നും ഇടയിലുള്ള വ്യക്തിപരവും തൊഴിൽപരവുമായ കത്തിടപാടുകളുടെ മിശ്രിതമാണുള്ളത്. ഈ മെസ്സേജുകൾ സ്വതന്ത്രമായി പ്രാമാണീകരിക്കാൻ റോയിറ്റേഴ്സിന് കഴിഞ്ഞിരുന്നില്ല. എങ്കിലും ഹൻഡാല അവകാശപ്പെടുന്ന പ്രൈവറ്റ് ജിമെയിൽ വിലാസം ഡാർക്ക് വെബ് ഇന്റലിജൻസ് സ്ഥാപനമായ ഡിസ്ട്രിക്ട് 4 ലാബ്സ് സംരക്ഷിച്ച മുൻ ഡേറ്റാ ലംഘനങ്ങളിൽ പട്ടേലുമായി ബന്ധപ്പെട്ട വിലാസവുമായി പൊരുത്തപ്പെടുന്നതായി കണ്ടെത്തി. ഗൂഗിളിന്റെ ഉടമസ്ഥതയിലുള്ള ജിമെയിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഈ സൈബർ ആക്രമണങ്ങൾ വെറും വ്യക്തികളെ മാത്രം ലക്ഷ്യമിട്ടതല്ല, മറിച്ച് ഒരു വലിയ തന്ത്രത്തിന്റെ ഭാഗമാണ്. കഴിഞ്ഞ മാസം ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം ഇറാനുമായി ബന്ധമുള്ള ഹാക്കർമാർ അവരുടെ സൈബർ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു. സംഘർഷം നീണ്ടുനിൽക്കുമ്പോൾ അവർ കൂടുതൽ ആക്രമണോത്സുകരാകുന്നതായാണ് വിലയിരുത്തൽ. അവരെ ദുർബലരായി തോന്നിക്കുക എന്നതാണ് ഈ സൈബർ ആക്രമണങ്ങളിലൂടെ അവർ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ നമുക്ക് യുദ്ധത്തിന്റെ നിലവിലെ ഗതി വിലയിരുത്താം. ഇറാനെതിരായ US-ഉം ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം ഒരു മാസത്തിനടുക്കുമ്പോഴേക്കും ഇറാന്റെ വലിയ മിസൈൽ ആയുധ ശേഖരത്തിന്റെ 1/3 നശിപ്പിച്ചുവെന്ന് മാത്രമേ US-ന് അമേരിക്കയ്ക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നുള്ളൂ. US ഇന്റലിജൻസുമായി പരിചയമുള്ള 5 പേരാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ബാക്കി 1/3 സ്ഥിതി വ്യക്തമല്ല.
ബോംബാക്രമണത്തിൽ ആ മിസൈലുകൾ ഭൂഗർഭ തുരങ്കങ്ങളിലും ബങ്കറുകളിലും കേടുപാടുകൾ വേറുകയോ നശിക്കപ്പെടുകയോ കുഴിച്ചുമൂടുകയോ ചെയ്തിരിക്കാമെന്ന് 4 സ്രോതസ്സുകൾ പറയുന്നു. ഈ വിവരങ്ങൾ സെൻസിറ്റീവായതിനാൽ പേര് വെളിപ്പെടുത്തരുത് എന്ന വ്യവസ്ഥയിലാണ് അവർ സംസാരിച്ചത്. യുദ്ധം ആരംഭിച്ചതിനുശേഷം ഇറാനിയൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഏകദേശം 90% കുറഞ്ഞതായി ഒരു പെന്റഗൺ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അതേസമയം US സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് ഇറാനിയൻ മിസൈൽ ഡ്രോൺ നാവിക ഉൽപ്പാദന സൗകര്യങ്ങളുടെയും കപ്പൽശാലകളുടെയും 66%-ലധികം കേടുപാടുകൾ വരുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നും ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു. എന്നാൽ ഈ ആക്രമണങ്ങളുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് എല്ലാവർക്കും ഒരേ അഭിപ്രായമല്ല. ഇറാഖിൽ 4 പര്യടനങ്ങളിൽ സേവനമനുഷ്ഠിച്ച മറീൻ കോർപ്സ് വെറ്ററനും ഡെമോക്രാറ്റിക് പ്രതിനിധിയുമായ സെത്ത് മോൾട്ടൺ ഇറാന്റെ ആയുധപുരയിൽ യുദ്ധം ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് ട്രംപിന്റെ അവകാശങ്ങളെ എതിർത്തു. അദ്ദേഹം റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ടുകളെക്കുറിച്ച് അഭിപ്രായപ്പെടാൻ വിസമ്മതിക്കുകയായിരുന്നു. ഇറാനെതിരായ സൈനിക നടപടികൾ മാസങ്ങൾക്കല്ല ആഴ്ചകൾക്കുള്ളിൽ അവസാനിക്കുമെന്ന് US പ്രതീക്ഷിക്കുന്നുവെന്നും കരസേനയെ ഉപയോഗിക്കാതെ തന്നെ വാഷിംഗ്ടണിന് അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കാമെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വെള്ളിയാഴ്ച പറഞ്ഞു. എന്നാൽ ഈ പ്രസ്താവനകൾക്കിടയിലും യുദ്ധം വ്യാപിക്കുന്നതിന്റെ സൂചനകൾ നമുക്ക് കാണാൻ കഴിയുന്നു. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 12 US സൈനികർക്ക് പരിക്കേറ്റതായി ഒരു US ഉദ്യോഗസ്ഥൻ റോയിറ്റേഴ്സ് ന്യൂസ് ഏജൻസിയോട് സ്ഥിരീകരിച്ചു. ഇവരിൽ 2 പേർക്ക് ഗുരുതരമായ പരിക്കാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിനിടെ ഹണ്ടാല ഹാക്ക് ടീം എന്ന ഇറാൻ ഹാക്കർ സംഘം FBI ഡയറക്ടർ കാഷ് പട്ടേലിന്റെ ജിമെയിൽ അക്കൗണ്ട് വിജയകരമായി ഹാക്ക് ചെയ്തതായി അവകാശപ്പെട്ടു. ഇറാനുമായി ബന്ധമുള്ള ഈ ഹാക്കർ സംഘം ഡയറക്ടറുടെ സ്വകാര്യ ഫോട്ടോകളും ഇമെയിലുകളും ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചു. US-ഇസ്രയേൽ യുദ്ധം നീണ്ടുനിൽക്കുന്നതിനാൽ ഇറാനിയൻ ഹാക്കർമാർ US ഉദ്യോഗസ്ഥരെ നാണം കെടുത്താനാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതെന്ന് സൈബർ സുരക്ഷാ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. മാർച്ച് 27-ന് വാഷിംഗ്ടണിൽ നിന്നുള്ള റോയിറ്റേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഇറാനുമായി ബന്ധമുള്ള ഹാക്കർമാർ FBI ഡയറക്ടർ കാഷ് പട്ടേലിന്റെ സ്വകാര്യ ഇമെയിൽ ഇൻബോക്സിൽ അതിക്രമിച്ചു കയറുകയായിരുന്നു. ഡയറക്ടറുടെ ഫോട്ടോകളും മറ്റു രേഖകളും ഇന്റർനെറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഹണ്ടാല ഹാക്ക് ടീം എന്ന ഈ ഹാക്കർ ഗ്രൂപ്പ് അവരുടെ വെബ്സൈറ്റിൽ പട്ടേലിന്റെ പേര് വിജയകരമായി ഹാക്ക് ചെയ്യപ്പെട്ട ഇരകളുടെ പട്ടികയിൽ ഇനി അദ്ദേഹത്തിന്റെ പേരും ഉൾപ്പെടും എന്നു പറഞ്ഞു. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഹാക്കർമാർ പ്രസിദ്ധീകരിച്ച ചിത്രങ്ങളിൽ പട്ടേൽ സിഗരറ്റ് വലിക്കുന്നതും ഒരു പഴയ കൺവേർട്ടിബിൾ കാറിൽ സഞ്ചരിക്കുന്നതും ഒരു വലിയ കുപ്പി റം ഉപയോഗിച്ച് കണ്ണാടിയിൽ സ്വയം ചിത്രമെടുക്കുന്നതും ഉൾപ്പെടെയുള്ള സ്വകാര്യ ഫോട്ടോഗ്രാഫുകൾ ഉണ്ടായിരുന്നു. ഇത്തരം ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ വ്യക്തിപരമായ അന്തസ്സിനെ ബാധിക്കുന്നതാണ്. എന്നാൽ ഈ സംഭവത്തിൽ പട്ടേലിന്റെ ഇമെയിലുകൾ ലക്ഷ്യമിട്ടതായി FBI സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബ്യൂറോ വക്താവ് ബെൻ വില്യംസൺ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു, ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സാധ്യതയുള്ള അപകടങ്ങൾ ലഘൂകരിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും കൂടാതെ ഉൾപ്പെട്ടിരിക്കുന്ന ഡേറ്റ ചരിത്രപരമായ സ്വഭാവമുള്ളതാണെന്നും ഗവൺമെന്റ് വിവരങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതായത് രഹസ്യ ഗവൺമെന്റ് വിവരങ്ങൾ ചോർന്നിട്ടില്ല എന്നാണ് FBIയുടെ നിലപാട്. പാലസ്തീൻ അനുകൂല ജാഗ്രതാ ഹാക്കർമാരുടെ ഒരു കൂട്ടമായി സ്വയം അവതരിപ്പിക്കുന്ന ഹണ്ടാല എന്ന ഈ ഹാക്കർ സംഘത്തെ ഇറാനിയൻ ഗവൺമെന്റ് സൈബർ ഇന്റലിജൻസ് യൂണിറ്റുകൾ ഉപയോഗിക്കുന്നു. അടുത്തിടെ മിഷിഗൺ ആസ്ഥാനമായ മെഡിക്കൽ ഉപകരണങ്ങളും സേവനദാതാവുമായ സ്ട്രൈക്കറിന്റെ ഡേറ്റ ഹാക്ക് ചെയ്തതായും അവർ അവകാശപ്പെട്ടു. മാർച്ച് 11-ന് കമ്പനി ഡേറ്റയുടെ ഒരു വലിയ ശേഖരം അവർ ഇല്ലാതാക്കിയതായി പറഞ്ഞു. ഹണ്ടാലയുടെ മെസ്സേജുകൾക്ക് മറുപടി ലഭിച്ചിരുന്നില്ല. വെള്ളിയാഴ്ച വൈകിട്ടോടെ അവരുടെ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. പട്ടേലിന്റെ ഫോട്ടോകളൊപ്പം ഹാക്കർമാർ 300-ലധികം ഇമെയിലുകളുടെ ഒരു സാമ്പിളും പ്രസിദ്ധീകരിച്ചു. ഇവയിൽ 2010-നും 2019-നും ഇടയിലുള്ള വ്യക്തിപരവും തൊഴിൽപരവുമായ കത്തിടപാടുകളുടെ മിശ്രിതമാണുള്ളത്. ഈ മെസ്സേജുകൾ സ്വതന്ത്രമായി പ്രാമാണീകരിക്കാൻ റോയിറ്റേഴ്സിന് കഴിഞ്ഞിരുന്നില്ല. എങ്കിലും ഹണ്ടാല അവകാശപ്പെടുന്ന പ്രൈവറ്റ് ജിമെയിൽ വിലാസം ഡാർക്ക് വെബ് ഇന്റലിജൻസ് സ്ഥാപനമായ ഡിസ്ട്രിക്ട് 4 ലാബ്സ് സംരക്ഷിച്ച മുൻ ഡേറ്റാ ലംഘനങ്ങളിൽ പട്ടേലുമായി ബന്ധപ്പെട്ട വിലാസവുമായി പൊരുത്തപ്പെടുന്നതായി കണ്ടെത്തി. ഗൂഗിളിന്റെ ഉടമസ്ഥതയിലുള്ള ജിമെയിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഈ സൈബർ ആക്രമണങ്ങൾ വെറും വ്യക്തികളെ മാത്രം ലക്ഷ്യമിട്ടതല്ല, മറിച്ച് ഒരു വലിയ തന്ത്രത്തിന്റെ ഭാഗമാണ്. കഴിഞ്ഞ മാസം ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം ഇറാനുമായി ബന്ധമുള്ള ഹാക്കർമാർ അവരുടെ സൈബർ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു. സംഘർഷം നീണ്ടുനിൽക്കുമ്പോൾ അവർ കൂടുതൽ ആക്രമണോത്സുകരാകുന്നതായാണ് വിലയിരുത്തൽ.
അവരെ ദുർബലരായി തോന്നിക്കുക എന്നതാണ് ഈ സൈബർ ആക്രമണങ്ങളിലൂടെ അവർ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ നമുക്ക് യുദ്ധത്തിന്റെ നിലവിലെ ഗതി വിലയിരുത്താം. ഇറാനെതിരായ യുഎസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം 1 മാസത്തിനടുക്കുമ്പോഴേക്കും ഇറാന്റെ വലിയ മിസൈൽ ആയുധശേഖരത്തിന്റെ 1/3 നശിപ്പിച്ചുവെന്ന് മാത്രമേ യുഎസിന് അമേരിക്കയ്ക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നുള്ളൂ. യുഎസ് ഇന്റലിജൻസുമായി പരിചയമുള്ള 5 പേരാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ബാക്കി 1/3 സ്ഥിതി വ്യക്തമല്ല. ബോംബാക്രമണത്തിൽ ആ മിസൈലുകൾ ഭൂഗർഭ തുരങ്കങ്ങളിലും ബങ്കറുകളിലും കേടുപാടുകൾ വേരുകയോ നശിക്കപ്പെടുകയോ കുഴിച്ചുമൂടുകയോ ചെയ്തിരിക്കാമെന്ന് 4 സ്രോതസ്സുകൾ പറയുന്നു. ഈ വിവരങ്ങൾ സെൻസിറ്റീവായതിനാൽ പേര് വെളിപ്പെടുത്തരുത് എന്ന വ്യവസ്ഥയിലാണ് അവർ സംസാരിച്ചത്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇറാനിയൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഏകദേശം 90% കുറഞ്ഞതായി ഒരു പെന്റഗൺ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അതേസമയം യുഎസ് സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് ഇറാനിയൻ മിസൈൽ ഡ്രോൺ നാവിക ഉൽപ്പാദന സൗകര്യങ്ങളുടെയും കപ്പൽശാലകളുടെയും 66%-ലധികം കേടുപാടുകൾ വരുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട്.